വെച്ചിട്ട് ഇന്ന് നല്ലൊരു കൊഴുക്കട്ട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു അരമുറി തേങ്ങയും ശർക്കരയും അതുപോലെ ഏലക്കായ് പൊടിച്ചതും കൂടി വറുത്തിയെടുക്കുക. പിന്നെ ഈ പുഴുങ്ങിയ പഴം ഒന്ന് ഉടച്ചെടുക്കുക. നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉരുളകളാക്കി മാറ്റാം. ഒരുപാട് മധുരം വെക്കുന്നില്ല ഞാൻ, കാരണം ഈ നേന്ത്രപ്പഴത്തിനും മധുരം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉരുളയാക്കിയിട്ടുണ്ട്. നമുക്കിതെല്ലാം മാറ്റി അത്യാവശ്യം വലിയ ഉരുളകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പഴം കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുത്ത് മാറ്റി വെക്കാം പാത്രത്തിലേക്കെല്ലാം. അപ്പോൾ നമ്മുടെ പഴം കൊഴുക്കട്ട ഇവിടെ റെഡി.